Hey all, welcome back to my YouTube channel. ഇന്ന് നമ്മൾ 2 to 3 year old കിഡ്സിൻ്റെ ഒരു പാർട്ടി വെയർ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഈ പ്രാവശ്യം നമ്മൾ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുമ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്തുള്ള വാല്യൂസ് ആയിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് വരെ പാറ്റേണിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്തിട്ട് ഫാബ്രിക്കിലായിരുന്നു സീം അലവൻസ് കൊടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പാറ്റേൺ പേപ്പറിൽ സീം അലവൻസും കൂടി ചേർത്തുള്ള വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഇത് 2 to 3 year old കിഡ്സിൻ്റെ മെഷർമെൻറ്റ് ആയതുകൊണ്ട് യോക്ക് ലെങ്ത് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 8.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. താഴെ 1 ഇഞ്ചും ഷോൾഡർ അടിക്കാൻ 1/2 ഇഞ്ചും അങ്ങനെ മൊത്തം 8.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. യോക്ക് ലെങ്ത് വന്നിട്ട് 7 ഇഞ്ചാണ്. ഇനി നമുക്ക് ഷോൾഡർ പോയിന്റ് ആണ്. ഷോൾഡർ പോയിന്റ് ഞാനൊരു 4.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്രയാണോ ഷോൾഡർ പോയിന്റ് കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആം ഹോൾ ലൈനായിട്ടും കൊടുക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 5 ഇഞ്ചിലാണ് ഞാൻ ആം ഹോൾ ലൈൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ആണ്. ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുത്തിട്ട് അതിനോടൊപ്പം 1/2 ഇഞ്ച് ലൂസാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എടുക്കുന്ന വാല്യൂ 5.75 ഇഞ്ചാണ്. ഇതിനോടൊപ്പം നമ്മൾ സൈഡ് അടിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റ് സൈസും മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 എടുത്തിട്ട് അതിനോടൊപ്പം 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. തയ്യൽ തുമ്പല്ല, 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. ലൂസ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം. അതിനുശേഷം പിന്നെ 1 ഇഞ്ച് സൈഡ് അടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈൻസ് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്ത് ആണ്, അതായത് കഴുത്തകലം. അതെനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് തയ്ക്കുന്നതിന് മുൻപേ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 2 ഇഞ്ചിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. കാരണം ഞാനിവിടെ കഴുത്തിന് ഇപ്രാവശ്യം തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ 2.5 ഇഞ്ച് കിട്ടണമെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് 2 ഇഞ്ചായിരിക്കണം മാർക്ക് ചെയ്യുന്നത്. കഴുത്തിറക്കം ഞാൻ 3 ഇഞ്ച് തന്നെയാണ് എനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ടത്. പക്ഷെ ഞാൻ പാറ്റേണിൽ 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഷോൾഡറിൽ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് ബാലൻസ് ആയി വന്നോളും. കഴുത്തിറക്കം ഞാൻ 2 വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത്തിന് 2.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത്തിന് ഞാൻ 3 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മളൊരു 1/4 ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്ന് നമ്മൾ ചെസ്റ്റിന് ഒരു 1/2 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലോട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് ആം റൗണ്ട് ആണ്. ഫ്രണ്ട് ആം റൗണ്ട് നമ്മൾ ഈ പ്രാവശ്യം ക്ലോത്തിൽ ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് നെക്ക് ലെങ്ത്തും മുകളിൽ മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ കട്ട് ചെയ്യുമ്പം ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വെച്ചിട്ടുള്ള ഔട്ട്ലൈൻസ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പിന്നീട് നമ്മളത് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഫ്രണ്ടിൽ നമ്മുടെ കൈക്കുഴിയും നമുക്ക് ഫാബ്രിക്കിൽ തന്നെ ഞാൻ കുഴിച്ച് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴുത്ത് വന്നിട്ട് ബാസ്ക്കറ്റ് സ്ക്വയർ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. അത് ഫ്രണ്ടിനും വരയ്ക്കുന്നുണ്ട്, ബാക്കിനും വരയ്ക്കുന്നുണ്ട്. രണ്ടിനും സെയിം ഷേപ്പ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ സൈഡ് ഹാങ് ചെയ്തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ചിലൊന്ന് ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫാബ്രിക്കിൽ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ വന്നിട്ട് നമ്മൾ 1 ഇഞ്ചും കൂടെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പാറ്റേൺ ട്രേസ് ചെയ്തിരിക്കുന്നത്. കാരണം ആ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ കഴുത്തിറക്കം 3 ഇഞ്ചായിരുന്നു. നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 2.5 ഇഞ്ചിൽ തന്നെ ആ പാറ്റേണിൽ കൊടുത്ത പോലെ അങ്ങ് മാർക്ക് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ ഒരു ബാക്കിൻ്റെ കഴുത്തിറക്കം ഞാനൊന്ന് റീഡ്രോ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ചിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാറ്റേണിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ കൈക്കുഴി കുഴിച്ചെടുക്കുന്ന കാര്യം. അപ്പോൾ ആ കൈക്കുഴിയുടെ ആ ഒരു കേവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാനൊരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സൈഡ് അടിക്കാൻ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ കൈക്കുഴി ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. അതല്ലാണ്ട് നമ്മൾ 1 ഇഞ്ച് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടും ബാക്കിൻ്റെയും സൈഡ് അടിക്കുമ്പോഴത്തേക്കും ലെവൽ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ചെടുക്കാൻ. അതുപോലെ തന്നെ മുകളിലും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ടും കുഴിച്ചെടുക്കുക. കാരണം മുകളിൽ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ചു പോകും. പിന്നെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ.
ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ യോക്ക് പാർട്ടിൽ റഫിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. നെറ്റ് വെച്ചാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഈ റഫിൾസ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് സാറ്റിൻ ഫാബ്രിക്കിലോട്ടാണ്. അപ്പോൾ ഒരു സ്ട്രാപ്പായിട്ട് ഞാനവിടെ അറ്റാച്ച് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. എനിക്കിവിടെ ഒരു സൈഡ് 8.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും കൂടെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 17 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പം ഒരു സാറ്റിൻ സ്ട്രാപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ സ്ലീവിൻ്റെ വിഡ്ത്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അതായത് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന വിഡ്ത്ത് മെഷർ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു 1.25 ഇഞ്ചോളം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ സ്ട്രാപ്പിന് വിഡ്ത്ത് ഞാൻ വന്നിട്ടൊരു 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡും മടങ്ങുമ്പോൾ തന്നെ 3 ഇഞ്ചായി. പിന്നെ തയ്യൽ തുമ്പ്, അങ്ങനെയാണ് ഞാൻ എല്ലാം കൂടെ ചേർത്ത് 4 ഇഞ്ച് വീതി കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ സ്ട്രാപ്പിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. സോ അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ബോഡിയിലോട്ട് നമ്മളൊന്ന് വെച്ച് നോക്കുവാണ്. അപ്പം നമ്മൾ വെക്കുമ്പോഴത്തേക്കും നമ്മൾ നേരെയല്ല വെക്കുന്നത്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി ചരിച്ചാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് വെച്ച് നോക്കുന്നത്. അപ്പം അങ്ങനെ വെക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്ട്രാപ്പ് ഇച്ചിരി ഇങ്ങനെ പൊങ്ങി നിൽക്കും, കണ്ടോ. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് രണ്ടായിട്ട് മടക്കിയിട്ട് ചരിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഷോൾഡറിനൊക്കെ ഒരു സ്ലാൻഡിങ് സ്റ്റിച്ച് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഈ സ്ട്രാപ്പിനും ഞാനൊരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് ചരിച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതേപോലെ അധികം പൊക്കമൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പതിഞ്ഞ് തന്നെ നമുക്ക് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ട്രാപ്പിൻ്റെയും ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് ആ ഒരു കഴുത്തുമായിട്ട് ചേരുന്ന ഭാഗം മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മൾ റഫിൾസ് ആക്കിയിട്ട് അതിനുള്ളിൽ കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ റഫിൾസിന് വേണ്ടിയിട്ട് ഞാൻ 2 കളർ നെറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് പിങ്കും എടുത്തിട്ടുണ്ട്, ഒന്ന് ലൈറ്റ് ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പം പിങ്കിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാനൊരു 4 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 17 ഇഞ്ചായിരുന്നല്ലോ കിട്ടിയത്, അതിൻ്റെ ഒരു 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടിയൊക്കെ ലെങ്ത് എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് എത്രത്തോളം റഫിൾസിന് ഫ്രിൽസ് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രീൻ നെറ്റിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 3 ഇഞ്ചുമാണ്. ആദ്യത്തേത് 4 ഇഞ്ചാണെങ്കിൽ ഇത് ഞാനൊരു 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ 2 നെറ്റിൻ്റെയും സൈഡ് നമ്മളൊന്ന് കേർവ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ആക്കി എടുക്കുക. അപ്പം നമുക്കിതാ ഇതേപോലെ ഗ്യാദേഴ്സ് ആക്കി കിട്ടും. ഗ്യാദേഴ്സിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാനൊരു 15 ഇഞ്ചാണ് എടുക്കുന്നത്. കാരണം നമുക്ക് താഴെ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പാണ്. അപ്പോൾ അതിനുള്ളിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 15 ഇഞ്ചിലാണ് ഗ്യാദേഴ്സ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഇതേപോലെ നമ്മൾ ഈ ഒരു സ്ട്രാപ്പിനുള്ളിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇവിടെ വന്നിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 12 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതിൽ യോക്കിൻ്റെ ലെങ്ത് 7 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 11 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ 12 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. ലെങ്ത് എന്ന് പറയുന്നത് ഞാനൊരു 3 മീറ്ററോളം എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഫ്രിൽസ് വേണോ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ ഗ്യാദേഴ്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ഹൈറ്റ് ആണ്. അത് ഞാൻ തയ്യൽ തുമ്പ് ഉൾപ്പെടെ 11.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഇരട്ടി എടുക്കാം. ലൈനിങ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 2 ഇരട്ടി എടുത്താലും കുഴപ്പമില്ല. അതേസമയം നെറ്റൊക്കെ വെച്ചിട്ടുള്ള ഔട്ടർ ഫാബ്രിക്സ് എല്ലാം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം തുണിയെടുത്ത് ഗ്യാദേഴ്സ് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ.
സോ നമ്മളങ്ങനെ ലൈനിങ്ങും നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കും എല്ലാം ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നെറ്റ് ഫാബ്രിക് ഓൾറെഡി ഗ്യാദേഴ്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളൊരു 22 ഇഞ്ചാണ്. കാരണം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മെഷർ ചെയ്തെടുക്കുമ്പോൾ 22 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതിനോടൊപ്പം തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമ്മളൊരു 23 ഇഞ്ചിൽ ലെങ്ത് ആക്കി എടുക്കുക. അത് നമ്മുടെ ലൈനിങ്ങും സാറ്റിനും നമ്മുടെ നെറ്റ് ഫാബ്രിക്കും എല്ലാത്തിൻ്റെയും ലെങ്ത് 23 ഇഞ്ചിലാക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ സൈഡ് അടിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കും ഇത് മൂന്നും കൂടി ആദ്യം നമ്മൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ട് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വയ്ക്കുക. നമ്മൾ കോട്ടൺ ലൈനിങ് നമ്മൾ അവസാനമാണ് നമ്മൾ വേസ്റ്റ് റൗണ്ടുമായിട്ട് ചേർത്ത് അടിക്കുന്നത്. കാരണം നമ്മൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് കോട്ടൺ ലൈനിങ് നമ്മൾ പിന്നീടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ നമ്മുടെ നെറ്റ് ഫാബ്രിക്കും സാറ്റിനും കൂടെ ചേർത്ത് വേസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബോഡിയുമായിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോട്ടൺ ലൈനിങ് ഇതേപോലെ നമ്മുടെ ഫ്രോക്ക് തിരിച്ചിട്ടിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ വേസ്റ്റ് റൗണ്ട് ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉൾഭാഗത്ത് തയ്യൽ തുമ്പൊന്നും കാണാണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.